ഞാനിവിടെ അടുത്തുള്ള ചർച്ചിലൊരു ഓർഡിനേഷൻ സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വചനം പറയാൻ വേണ്ടി ചെന്നപ്പം ഞാൻ അവിടെ ചെന്നിരുന്നപ്പം അവിടെ ആരാധന നടക്കുകയാണ്. പെട്ടെന്ന് അവരെനിക്ക് കുടിക്കാൻ എന്തെങ്കിലും, ഞാൻ പറഞ്ഞു ഇച്ചിരി വെള്ളം മതി, ഇല്ല ചായയുണ്ട്, നല്ല ചായയുണ്ട്. ഞാൻ ആയിക്കോട്ടെ, ഒരു കപ്പിലും സോസറിൽ ഒരു ചായ കൊണ്ട് തന്നു. ഞാൻ ആ കപ്പും സോസർ ഇങ്ങനെ കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ പിടിച്ചപ്പം എൻ്റെ കൈ നല്ലവണ്ണം വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പാർക്കിൻസോണോ അൽഷീമേഴ്സോ ഒന്നുമില്ല, പിന്നെ അഭിഷേകമാണെന്ന് ചോദിച്ചാൽ അതിനും വഴിയില്ല, പിന്നെ ഇതെന്താണ്? അപ്പോഴെൻ്റെ ഒരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ഓവർ വർക്ക് കൊണ്ടായിരിക്കാം, പിന്നെ ചെറിയൊരു കോൾഡൊക്കെ പിടിച്ചപ്പോൾ ഒരു ആൻറ്റി ഹിസ്റ്റമിൻ ഗുളികയൊക്കെ കഴിച്ചു, അതിൻ്റെ ആയിരിക്കാം നല്ലവണ്ണം വിറയ്ക്കുന്നു, കപ്പ് സോസറും കിട്ടുകിട്ട് അടിക്കുന്നു. വേറെ ആരും കണ്ടില്ല, ഞാൻ മാത്രമേ കാണുന്നുള്ളൂ. പെട്ടെന്ന് ഇതിങ്ങനെ കൈ വിറച്ചിരുന്നപ്പം പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ശക്തമായിട്ടൊരു ദൂത്, എന്താണെന്നറിയാം ദൂത്, എന്നോട് ആരോ പറയുന്നല്ലോ, എടാ നിൻ്റെ കൈ ഇപ്പം വിറയ്ക്കുന്നില്ലേ, അതുപോലെ നിൻ്റെ ഹൃദയം എൻ്റെ മുമ്പിൽ വിറയ്ക്കണം. ലെറ്റ് മൈ ഹാർട്ട് ട്രെമ്പിൾ ബിഫോർ യു. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് കണ്ണടച്ചൊരു കൊച്ചു പ്രാർത്ഥന, കർത്താവേ എൻ്റെ കൈ വിറയ്ക്കുന്നത് പോലെ എൻ്റെ ഹൃദയവും നിൻ്റെ മുമ്പിൽ വിറയ്ക്കട്ട് കർത്താവേ. അത് സത്യം പറഞ്ഞാൽ ഐ റിയലി മെന്റ് ദാറ്റ് പ്രയർ. ഞാൻ ശരിക്കും അറിഞ്ഞ് ഞാൻ എൻ്റെ ഉള്ളും തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇപ്പം ഈ കൈ വിറച്ചതുപോലെ എൻ്റെ ഹൃദയം നിൻ്റെ മുമ്പിൽ വിറയ്ക്കട്ടെ. അങ്ങനെ ഈ വചനത്തിൽ മറ്റൊരു വാക്യമുണ്ട്, നമ്മുടെ ഹൃദയം വിറയ്ക്കേണ്ടത് ദൈവവചനത്തിൻ്റെ മുമ്പിലുമാണ്. ഇന്ന് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എത്രത്തോളം നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവവചനത്തിന് മുമ്പിൽ നമുക്കൊരു വിറയലുണ്ട്. അതുകൊണ്ട് വിറയലോടെ നമുക്ക് ഈ വചനം കേൾക്കാം. പ്രിയപ്പെട്ടവരെ, നിൻ്റെ ഹൃദയത്തെ നീ സകല ജാഗ്രതയോടും കൂടെ കാത്തുകൊള്ളണം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയും. ഇന്ന് രാവിലെ വന്നപ്പോൾ മുതൽ ദൈവം സംസാരിക്കുന്നതാ. കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളുണ്ട്. വരവിൽ കൈവിടപ്പെട്ടു പോകരുത്. എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ ദൈവവചനത്തെ നമ്മൾ കാത്തുകൊള്ളണം, അതിൻ്റെ ഒപ്പം ഹൃദയത്തെയും കാത്തുകൊള്ളണം. ഈ വചനത്തെ ബൈബിളിലല്ല വയ്ക്കേണ്ടത്, ഈ വചനത്തെ അങ്ങ് ഉള്ളിലാക്കണം. അതാണ് നമ്മളിനി ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ.